സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ സ്വർഗരാജ്യത്തെ കാത്തിരിക്കുന്നവരാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും അതാണ്. അങ്ങനെ സ്വപ്നം കാണുന്ന ദൈവരാജ്യവും സ്വർഗരാജ്യത്തിലും അംഗത്വം ലഭിക്കാൻ എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന ഭൃത്യന്മാരെ പോലെ ആയിരിക്കണം നമ്മളിന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതാത് ജീവിതാന്തസ്സിൽ കൃത്യമായി നമ്മൾ പൂർത്തീകരിക്കുക. അപ്പോൾ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മളായിരിക്കുന്ന മേഖലകളിൽ അത് ഭംഗിയായിട്ട് നിറവേറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകാം, അസ്വസ്ഥതകളുണ്ടാകാം, പല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷെ അതൊന്നും യജമാനന് വേണ്ടിയുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും നമ്മളെ പിന്മാറ്റുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട്, ജീവിതാന്തസ്സിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.